സുധീഷ് തൻ്റെ 280 നമ്പർ ഫ്ലാറ്റിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഫ്ലാറ്റിൻ്റെ മുൻപിലെത്തി ബെല്ലടിച്ചു. ഡോറ് തുറക്കുന്നില്ല. 2-3 പ്രാവശ്യം ബെല്ലടിച്ചു നോക്കി. എന്നിട്ടും ഡോറ് തുറക്കുന്നില്ല. സുധീഷിൻ്റെ ഭാര്യയാണ് ഫ്ലാറ്റിനുള്ളിലുള്ളത്. സുധീഷ് ഫോണിൽ വിളിച്ചു നോക്കി. ഫോൺ അകത്തിരുന്ന് റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോറ് തുറക്കുന്നില്ല. ഫ്ലാറ്റിന് താഴെ എത്തി സെക്യൂരിറ്റിയോട് ചോദിച്ചു തൻ്റെ ഭാര്യ നീന പുറത്തോട്ടെങ്ങോട്ടെങ്കിലും പോകുന്നതായി കണ്ടോ എന്ന്. സെക്യൂരിറ്റി പറഞ്ഞു ഇല്ല. സുധീഷിന് ടെൻഷനായി. സുധീഷ് സെക്യൂരിറ്റിയെ വിളിച്ച് ഫ്ലാറ്റിന് മുന്നിലേക്കെത്തി ഡോറ് തുറക്കാൻ ശ്രമിച്ചു. നടന്നില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഡോറ് തള്ളി തുറന്നു. സുധീഷ് ഒരു നിമിഷം ഞെട്ടി. താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് തൻ്റെ ഭാര്യയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നീനയുടെ ബോഡിക്ക് ചുറ്റും മുളക് പൊടി വിതറിയിരിക്കുന്നു. അത് പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഫോറൻസിക്കുകാരെയും വിവരമറിയിച്ചു. ഫോറൻസിക്കുകാരും സ്പോട്ടിലെത്തി പരിശോധന ആരംഭിച്ചു. നീനയെ ആരോ കത്തി കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബോഡി കമഴ്ന്നാണ് കിടന്നിരുന്നത്. ഏറ്റവും കൂടുതൽ കുത്തുകൾ കാണപ്പെട്ടത് നീനയുടെ മുതുകിലായിരുന്നു. ആ കുത്തുകൾ കണ്ടാൽ ആരോ വൈരാഗ്യം കൊണ്ട് കുത്തിയതുപോലെയാണ് കാണപ്പെട്ടത്. ബോഡിക്ക് ചുറ്റും ചോര തളം കെട്ടിക്കിടക്കുന്നു. നീനയുടെ കയ്യിലും കാതിലും കിടന്ന ആഭരണങ്ങളൊന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. പോലീസ് സുധീഷിനോട് പറഞ്ഞു, വീട്ടിലെ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാൻ. അപ്പോഴാണ് സുധീഷിന് മനസ്സിലായത് വീട്ടിലിരുന്ന 40 പവൻ്റെ ആഭരണവും സുധീഷും നീനയും കൂടി സ്വന്തം വീട് വാങ്ങാനായി പലിശക്കെടുത്ത ഒരു 10 ലക്ഷം രൂപയും വീട്ടിൽ നിന്ന് കളവ് പോയിരിക്കുന്നു. സ്വാഭാവികമായും പോലീസിന് മനസ്സിലായി വീട്ടിൽ ഇത്രയും സ്വർണവും പണവും ഉണ്ടെന്ന് അറിയാവുന്ന ആരോ ഒരാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. പോലീസ് സുധീഷിനെയും സെക്യൂരിറ്റിയെയും ചോദ്യം ചെയ്തു. പല കാര്യങ്ങൾ അവരോടായി ചോദിച്ചു. സെക്യൂരിറ്റിയോട് പുറത്തുനിന്നുള്ള ആരെങ്കിലും ഇവിടേക്ക് വന്നോ എന്ന് ചോദിച്ചു. സെക്യൂരിറ്റി പറഞ്ഞു ഇല്ല. സെക്യൂരിറ്റി രജിസ്റ്റർ ബുക്കും കാണിച്ചു. അതിലും അസ്വാഭാവികമായി ഒന്നും ഇല്ല. അവിടുത്തെ CCTV ക്യാമറകൾ റിസപ്ഷനിലും ഗേറ്റിൻ്റെ മുന്നിലും കാർ പാർക്കിങ്ങിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് അതെല്ലാം ചെക്ക് ചെയ്തു. പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ കണ്ടെത്താനായില്ല. പോലീസ് ആ മുറികളൊക്കെ വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുൻവശത്തെ ഡോറിൻ്റെ ഭാഗത്തു നിന്നും രക്തം പുരണ്ട എന്തോ ഒരു സാധനം ഒരു നേർരേഖയിൽ അകത്തേക്ക് വന്നിരിക്കുന്നു. സുധീഷിനോട് പോലീസ് തിരക്കിയപ്പോൾ സുധീഷും സെക്യൂരിറ്റിയും വീടിൻ്റെ ഡോറ് പൊളിച്ചാണ് അകത്ത് കയറിയതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണീ നേർരേഖയിൽ കാണുന്ന രക്തക്കറ? പോലീസ് ആ നേർരേഖയിലുള്ള രക്തക്കറ നോക്കി വന്നപ്പോൾ അത് നേരെ സോഫയുടെ അടിയിലേക്കാണ് പോയിരിക്കുന്നത്. സോഫ മാറ്റി നോക്കുമ്പോൾ അവർ കാണുന്നത് ആ ഡോറിൻ്റെ കീയാണ് ആ നേർരേഖയിൽ പോയിരിക്കുന്നത്. പോലീസ് ഫോറൻസിക്കിനെ വിളിച്ച് ആ കീ കാണിച്ചു. ആ കീയിലും രക്തം പുരണ്ടിരുന്നു. ഫോറൻസിക് ആ കീയും എടുത്ത് ലാബിലേക്ക് പരിശോധിക്കാൻ അയച്ചു. അവിടുത്തെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാവരും മടങ്ങി. പോലീസ് സുധീഷിനോട് ചോദിച്ചു, എങ്ങനെയാണ് നീനയുമായുള്ള വിവാഹം നടന്നത്? അപ്പോൾ സുധീഷ് പറഞ്ഞു, നീനയും സുധീഷും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. നീന ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. സ്വാഭാവികമായും ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിച്ചതുകൊണ്ട് വീട്ടുകാർ അവരോട് പിണങ്ങി. നീന സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അന്ന് അവരെ സഹായിക്കാനായി നീനയുടെ ഉറ്റ സുഹൃത്തായ ഗായത്രി കൂടെ ഉണ്ടായിരുന്നു. ഗായത്രിക്ക് ഒരുപാട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഗായത്രിയുടെ സഹായത്തോടെയാണ് അവർ ആ സിറ്റുവേഷൻ സർവൈവ് ചെയ്തത്. ഇന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ജോലിയും ഗായത്രിയുടെ കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് കിട്ടിയത്. അന്നു മുതൽ ഗായത്രി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്താണ്. ഗായത്രി ബാംഗ്ലൂരാണ് താമസം. അവിടെ ഒരു IT കമ്പനിയിലാണ് ഗായത്രി വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ബിസിനസ് മീറ്റിങ്ങുകൾക്കായി കൊച്ചിയിൽ വരുമ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിലാണ് ഗായത്രി താമസിക്കാറുള്ളത്.
സാധാരണ ഗായത്രി വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരാറുള്ളത്. ഇതു കേട്ടപ്പോൾ പോലീസ് സുധീഷിനോട് തിരക്കി, ഗായത്രി മരണവിവരം അറിഞ്ഞില്ലേ എന്ന്. സുധീഷ് പറഞ്ഞു, ചടങ്ങുകളുടെ സമയത്ത് ഗായത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. പോലീസ് നീനയുടെ വീട്ടുകാരെ പറ്റി തിരക്കി. അപ്പോൾ സുധീഷ് പറഞ്ഞു, കല്യാണത്തിന് ശേഷം അവർ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും അവരോട് വെച്ചിരുന്നില്ല. നീന അവരെ കുറെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ ആരും തന്നെ പ്രതികരിച്ചില്ല. മരണസമയത്തും അവരാരും തന്നെ ഇവിടെ വന്നിരുന്നില്ല. പോലീസിന് അപ്പോൾ ചെറിയൊരു സംശയം തോന്നി. അവർ നീനയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചു. അവിടെ എത്തിയ പോലീസ് കണ്ടത് രോഗാവസ്ഥയിൽ കിടക്കുന്ന നീനയുടെ അച്ഛനെയും നീനയുടെ മരണവാർത്തയറിഞ്ഞ് ഹൃദയം തകർന്നിരിക്കുന്ന നീനയുടെ അമ്മയെയുമാണ് കണ്ടത്. പിന്നെ നീനയ്ക്കുള്ളത് നീനയുടെ ഒരു സഹോദരിയാണ്. അവർ 5 വർഷമായി കാനഡയിലാണ്. നീനയുടെ ഫാമിലിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസിന് ബോധ്യമായി. ഇനിയുള്ളത് സുധീഷിൻ്റെ ഫാമിലിയാണ്. പക്ഷേ സുധീഷ് ഒരു അനാഥനായിരുന്നു. ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫോറൻസിക്കിൽ നിന്ന് പോലീസിന് ഒരു നിർണായകമായ ക്ലൂ കിട്ടി. നീനയുടെ ബോഡി കിടന്ന മുറിയിൽ ഒരു ഫിംഗർ പ്രിൻ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ആ നേർരേഖയിൽ സോഫയിലടിയിലേക്ക് പോയ ചോരക്കറ പുരണ്ട ഡോർ കീ, ആ കീയിലുണ്ടായിരുന്ന രക്തക്കറ നീനയുടേത് അല്ലായിരുന്നു. ആ രക്തക്കറ ബി പോസിറ്റീവ് ഗ്രൂപ്പായിരുന്നു, നീനയുടേത് AB നെഗറ്റീവും. പിന്നെ പോലീസിന് ആ രക്തക്കറ ആരുടേതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സുധീഷിൻ്റെയും ഫ്ലാറ്റിൽ സംശയമുള്ള മറ്റു പലരുടെയും, സെക്യൂരിറ്റിയുടെയും ഗായത്രിയുടെയും ഒക്കെ രക്തം പോലീസ് പരിശോധിച്ചു. അതിൽ നിന്ന് പോലീസിന് ഒരാളുടെ രക്തം മാത്രം മാച്ചായി. അത് ഗായത്രിയുടേതായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഗായത്രിയുടെ രക്തം എങ്ങനെ കൊച്ചിയിലുള്ള സുധീഷിൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ കീയിൽ വന്നു എന്നായി പോലീസിൻ്റെ അന്വേഷണം. ഇതിനായി ഗായത്രിയുടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ദിവസങ്ങളായി സ്വിച്ച് ഓഫിലാണ്. പക്ഷേ മിസ് കോൾ അലേർട്ട് കണ്ട ഗായത്രി ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് തന്നെ വിളിക്കുന്നതെന്നാണ് പോലീസ് ഗായത്രിയോട് പറഞ്ഞത്. ഗായത്രി പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഓരോരോ ചോദ്യങ്ങൾ ഗായത്രിയോട് ചോദിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു റൗണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഗായത്രിയോട് ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഗായത്രിയുടെ ഉത്തരങ്ങളിൽ വൈരുദ്ധ്യം കണ്ടെത്തി. ഏറ്റവും അവസാനം പോലീസ് ആ ചോദ്യം ചോദിച്ചു, ബാംഗ്ലൂരിലുണ്ടായിരുന്ന നിങ്ങളുടെ രക്തക്കറ എങ്ങനെ സുധീഷിൻ്റെ ഫ്ലാറ്റിൻ്റെ കീയിൽ വന്നു? ഗായത്രിയുടെ മുഖം ഒരു നിമിഷം വിളറി. പോലീസ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പോലീസ് ഗായത്രിയോട് പറഞ്ഞു, സത്യങ്ങളെല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ശിക്ഷയിൽ നിങ്ങൾക്ക് ഇളവ് കിട്ടും. പക്ഷെ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് പറയിപ്പിക്കാനും അറിയാം. ഗായത്രി ഒന്ന് പതറി. ഗായത്രിക്ക് മനസ്സിലായി, പോലീസ് വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഗായത്രി അങ്ങനെ കാര്യം പറയാൻ തുടങ്ങി. സുധീഷിൻ്റെയും നീനയുടെയും കല്യാണം നടത്തിക്കൊടുത്തതുകൊണ്ട് ഗായത്രിക്ക് അവരുടെ ഇടയിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. തനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ പോകാം, വരാം. താൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ വരുമ്പോഴെല്ലാം ആ വീട്ടിൽ തങ്ങുമായിരുന്നു. ഈ ഇടയ്ക്ക് തനിക്ക്, അതായത് ഗായത്രിക്ക്, കുറച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. താൻ ഇടയ്ക്കിടയ്ക്ക് സുധീഷിൻ്റെയും നീനയുടെയും വീട്ടിൽ പോകാറുള്ളത് കൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, അവരുടെ വീട്ടിൽ ഒരു 40 പവൻ്റെ സ്വർണവും അവരുടെ വീട് വാങ്ങാൻ ആവശ്യമായ 10 ലക്ഷം രൂപയും അവരുടെ കയ്യിൽ ഉണ്ട് എന്ന്. അങ്ങനെ നീന മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഗായത്രി ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി കൊച്ചിയിലെത്തി. സുധീഷ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഗായത്രിക്ക് അറിയാമായിരുന്നു. സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗായത്രി ഫ്ലാറ്റിൻ്റെ പിൻവശത്തു കൂടി അകത്തേക്ക് വന്നു. ഫ്ലാറ്റിൽ എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളതെന്ന് ഗായത്രി മുമ്പ് തന്നെ നോക്കി വച്ചിരുന്നു.
അതുപ്രകാരം ക്യാമറകളിലൊന്നും പെടാതെ തന്നെ ഗായത്രി അകത്തേക്ക് കടന്നു. നീനയുടെ ഫ്ലാറ്റിന്റെ മുന്നിലെത്തി ബെല്ലടിച്ചു. നീന കതക് തുറന്നു. പതിവ് പോലെ വിളിക്കാതെ വന്നത് എന്താണെന്ന് നീന തിരക്കിയപ്പോൾ ഗായത്രി മറുപടിയായി പറഞ്ഞു, അർജന്റായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാണ് വിളിച്ചറിയിക്കാൻ പറ്റാത്തത്. ഒരു ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിഞ്ഞ നീനയുടെ തലയിൽ ഗായത്രി കയ്യിൽ കരുതിയിരുന്ന ഒരു ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിച്ചു. അപ്പോൾ തന്നെ നീന താഴെ വീണു. അനക്കമൊന്നും കാണാത്തതുകൊണ്ട് ഗായത്രി റൂമിനുള്ളിലേക്ക് കയറി. അലമാരയിലിരുന്ന സ്വർണവും പണവും എടുത്ത് ഗായത്രി തൻ്റെ ബാഗിനുള്ളിലേക്കാക്കി. ധൃതിയിൽ തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ഗായത്രി കണ്ടത് താഴെ കിടന്നിരുന്ന നീന ഞരങ്ങാൻ തുടങ്ങുന്നതാണ്. ഇതു കണ്ട ഗായത്രി കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു കത്തിയെടുത്ത് നീനയുടെ പുറകിൽ ഒരുപാട് തവണ കുത്തി. കാരണം നീന ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്നത് ഗായത്രിയുടെ ആവശ്യമായിരുന്നു. നീന ഒരു പക്ഷേ രക്ഷപ്പെട്ടാൽ ഗായത്രിയുടെ പേര് ഉറപ്പായും പുറത്തു വരും. ഗായത്രി കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി അവിടെയെല്ലാം വിതറി. തൻ്റെ ഫിംഗർ പ്രിന്റ് ഒന്നിലും പതിയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. താക്കോൽ ഡോറിനടിയിലൂടെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ സോഫയിലടിയിലേക്ക് പോകുന്ന രീതിയിൽ ചാവി ഡോറിനടിയിലൂടെ തള്ളിവിട്ടു. പക്ഷേ മുകളിലിരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നീനയെ കുത്തുന്ന സമയത്ത് ഗായത്രിയുടെ ചൂണ്ടുവിരലിൽ ഒരു നേരിയ മുറിവുണ്ടായി. വളരെ ചെറിയ മുറിവായതുകൊണ്ട് തന്നെ ആ ധൃതിയിൽ ഗായത്രി അത് ശ്രദ്ധിച്ചില്ല. ഗായത്രിയുടെ ആ മുറിവിൽ നിന്നുള്ള ചോരക്കറയാണ് ആ ഡോർ കീയിൽ പറ്റിയിരുന്നത്. ഇതെല്ലാം കേട്ട് സുധീഷ് തണുത്തു മരവിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങളുടെ ഉറ്റ സുഹൃത്ത്, തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കാരണക്കാരിയായവൾ, ഒടുവിൽ അവൾ തന്നെ തങ്ങളുടെ കുടുംബവും നശിപ്പിച്ചു. ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാരണം, നമ്മൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വേണം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ പാടില്ല. ആര് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.